ഹായ്, ഗുഡ് ഈവനിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്ക് നെക്സ്റ്റ് യൂണിറ്റ് 10 കോറിലേഷൻ ആൻഡ് സിമ്പിൾ റിഗ്രഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിക്കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് കോറിലേഷൻ എന്താണ്, അതേപോലെ കോറിലേഷൻ്റെ ടൈപ്സ്, അതുപോലെ റിഗ്രഷൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസും നമ്മൾ ഓൾറെഡി MCO 022 എന്നുള്ള ബുക്കിൽ ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് പോകുന്ന ഏരിയാസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. അതിൽ സ്ട്രക്ചറിലുള്ളത് ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷന്, കോറിലേഷന്, സ്കാറ്റർ ഡയഗ്രാം, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, കാൾപിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, ടെസ്റ്റിംഗ് ഫോർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, സ്പെയർമാൻ റാങ്ക് കോറിലേഷൻ, then simple linear regression, estimate in the linear regression, standard error of estimate, coefficient of determination, then last difference between correlation and regression. ഇത്രയും ഏരിയാസാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അതിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സമ്മപ്പിൽ സമ്മറിയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then in this unit fundamental concept and techniques of correlation. ഇവിടെ നമ്മൾ കോറിലേഷൻ്റെ ടെക്നിക്സും അതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. or association and simple linear regression have been discussed. Scatter diagram which exhibit some typical pattern indicating different kind of relationship have been illustrated. A scatter plot of the variable may suggest that the two variables are related, but the value of the Pearson correlation coefficient quantifies the degree of this association. The closer the correlation coefficient is to -1 അത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എപ്പോഴും എന്തായിരിക്കും -1ൻ്റെയും +1ൻ്റെയും ഇടയിലായിരിക്കും. ഓക്കെ, ദെൻ പിന്നെ അതിൽ ദ സ്ട്രോങ്ങർ ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ. അതായത് നമ്മൾ കോറിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് കോറിലേഷൻ എന്ന് പറയുമ്പോൾ. ടെസ്റ്റ് ഫോർ സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് സ്പെയർ റാങ്ക് കോറിലേഷൻ ഫോർ ഡാറ്റ വിത്ത് റാങ്ക് ഈസ് ഒബ്റ്റെയിൻ. അതുപോലെ നമ്മൾ ഈ ഒരു കോറിലേഷൻ ബന്ധപ്പെട്ട് നെക്സ്റ്റ് ഉള്ളതാണ് സ്പെയർമാൻ്റെ റാങ്ക് കോറിലേഷൻ. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, റാങ്ക് ചെയ്യുകയാണ് ഓരോ കോറിലേഷൻ്റെ അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒക്കറൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് ചെയ്യുന്നതാണ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് വേരിയബിൾ തമ്മിലുള്ള അസോസിയേഷൻ, രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതാണ് കോറിലേഷൻ എന്നുള്ളത് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളിതിൽ നോക്കാനുള്ള ഏരിയാസ്. വൺസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ദാറ്റ് കോറിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ഇക്വേഷൻ നോൺ ആസ് എ റിഗ്രഷൻ ഇക്വേഷൻ കുഡ് ബി ഡെവലപ്ഡ് ബൈ ദ ലീസ്റ്റ് സ്ക്വയേഴ്സ് മെത്തേഡ് ഫോർ prediction. It also explains വിശദീകരിക്കുന്നു ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് കാൾഡ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ്. നമ്മൾ ഈ ഒരു വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡായിട്ടുള്ള ലീസ്റ്റ് സ്ക്വയർ മെത്തേഡും അതേപോലെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് റിഗ്രഷനാണ്. കുഡ് ബി ഡെവലപ്ഡ് ബൈ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡും. ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് കാൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് എറർ. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു ടെസ്റ്റാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ടു മെഷർ ദ അക്യുറസി ഓഫ് ദ എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ഇക്വേഷൻ. എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ഇക്വേഷൻ്റെ അക്യുറസി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഫൈനലി ദ കൺസെപ്ച്വലി ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ഹാവ് ബീൻ ഹൈലൈറ്റഡ്. എന്ത് ചെയ്യുന്നുണ്ടോ ഇവിടെ ഡിഫറൻസ് ആണ്. കോറിലേഷനും റിഗ്രഷനും തമ്മിൽ ഡിഫറൻസ് നമ്മൾ ലാസ്റ്റ് ഇതിൽ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ദ ടെക്നിക്സ് ഓഫ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡാറ്റ അനാലിസിസ്. ബിസിനസ്സിൽ നമ്മൾ ഈ കോറിലേഷനും റിഗ്രഷനും ഉപയോഗിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടും. അപ്പം റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് വേരിയബിൾ തമ്മിലുള്ള വേരിയബിൾ എത്രത്തോളമാണ് ഇതിൻ്റെ വേരിയബിൾ അല്ലെങ്കിൽ അതിൻ്റെ റിലേഷൻ എന്നുള്ളത് പഠിക്കുന്നതാണ് റിഗ്രഷൻ. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും അതുപോലെ അതിൻ്റെ അസോസിയേഷനും പഠിക്കുന്നതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കീവേഡ്സുകളാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ, ദ സ്ക്വയർ ഓഫ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയറാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. എ മെഷർ ദാറ്റ് ഡിഫൈൻ ദ പ്രൊപ്പോർഷൻ ഓഫ് വേരിയേഷൻ ഇൻ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എക്സ്പ്ലെയിൻഡ് ബൈ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻ ദ റിഗ്രഷൻ മോഡൽ. ഓക്കെ, ദെൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നതാണ് എന്ത്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ദെൻ ലീനിയർ റിലേഷൻഷിപ്പ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ ഡിസ്ക്രൈബ്ഡ് ബൈ എ സ്ട്രൈറ്റ് ലൈൻ.
രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രൈറ്റ് ലൈനിലാണ് പോകുന്നതെങ്കിൽ അത് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയാം. Okay, then least square criteria. The criteria of the determination is a regression line that minimize the sum of square errors. അതായത് നമ്മൾ എന്ത് ചെയ്യുക, റിഗ്രഷനിൽ നമ്മൾ റിഗ്രഷൻ ലൈന് സെറ്റ് ചെയ്യും. അപ്പോൾ അതിൽ വളരെ ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ വളരെ അതിൻ്റെ എറേഴ്സ് വളരെ പരമാവധി മിനിമൈസ് ചെയ്തിട്ടുള്ള ഒരു ലൈൻ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന ലീസ്റ്റ് സ്ക്വയർ ക്രൈറ്റീരിയ എന്നുള്ളത്. ദെൻ സിമ്പിൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗ്രഷൻ മോഡൽ ദാറ്റ് യൂസസ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടു എക്സ്പ്ലെയിൻ ദ വേരിയേഷൻ ഇൻ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നിന്ന് മറ്റൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളെ കൃത്യമായി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേരിയേഷൻ, അതിനെയാണ് നമ്മൾ സിമ്പിൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയാം. ദെൻ superior correlation between two variables that have no known cause and effect relationship കണക്ഷൻ. അതായത് കോസ് ആൻഡ് എഫക്റ്റ് കണക്ഷൻ ഇല്ലാത്ത വേരിയബിൾ തമ്മിൽ റിലേഷനാണ് എന്ന് പറയുന്നത് superior കോറിലേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇതിൽ പഠിക്കാനുള്ള ഒരു കീവേഡാണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ്, എ മെഷർ ഓഫ് ദ ഡിസ്പേർഷൻ ഓഫ് ദ ആക്ച്വൽ വൈ വാല്യൂസ് അറൗണ്ട് ദ എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ലൈൻ. എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള റിഗ്രഷൻ ലൈനിൻ്റെ വാല്യൂവിനെ അതിൻ്റെ ഡിസ്പേർഷനെയാണ്, ഡിസ്പേർഷൻ മെഷർ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ റിഗ്രഷൻ എന്താണ്, റിഗ്രഷൻ്റെ ടൈപ്സ്, അതുപോലെ കോറിലേഷൻ ടൈപ്സ്, കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, അതിൻ്റെ ഇക്വേഷൻസ്, മറ്റു കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.